തൊടുപുഴയ്ക്ക് സമീപത്തായിട്ട് കാടിന് നടുവിലായിട്ട് ഒരു അതിമനോഹരമായിട്ടുള്ള ഒരു വെള്ളച്ചാട്ടമുണ്ട്. അപ്പോൾ ആ ഒരു വെള്ളച്ചാട്ടം തേടിയുള്ള യാത്രയാണ് ഇന്ന്. അപ്പോൾ ഞങ്ങൾ എത്തി നിൽക്കുന്നത് തൊടുപുഴയ്ക്ക് സമീപത്തുള്ള തൊമ്മൻകുത്ത് വാട്ടർഫോൾസിൻ്റെ ഫ്രണ്ടിലായിട്ടാണ്. അപ്പോൾ ഇതിനകത്തേക്ക് കയറണമെങ്കിൽ ഇവിടെ നിന്ന് ടിക്കറ്റൊക്കെ എടുത്തിട്ട് വേണം കയറാനായിട്ട്. അപ്പോൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് തൊമ്മൻകുത്തിൻ്റെ ബാക്കി വിശേഷങ്ങളും മനോഹരമായിട്ടുള്ള കാഴ്ചകളും എല്ലാം നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ കണ്ടാലോ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ഒരു തൊമ്മൻകുത്ത് വാട്ടർഫോൾസിലേക്ക് എത്തിച്ചേരുവാനായിട്ട് തൊടുപുഴയിൽ നിന്നും 20 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചാൽ ഈ ഒരു വാട്ടർഫോൾസിലേക്ക് എത്തിച്ചേരാം. മൂവാറ്റുപുഴയിൽ നിന്നും വരുന്നവർക്കാണെങ്കിൽ 33 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചാൽ ഇങ്ങോട്ടേക്ക് എത്തിച്ചേരാവുന്നതാണ്. അപ്പോൾ ഇവിടെ ടിക്കറ്റ് ചാർജ് ഉണ്ട്. ഒരാൾക്ക് 40 രൂപയാണ് ചാർജ്. ഇത് കൂടാതെ ക്യാമറ ഒക്കെ യൂസ് ചെയ്യുന്നവർക്ക് എക്സ്ട്രാ ചാർജ് അടയ്ക്കേണ്ടതുണ്ട്. അതുപോലെ ട്രക്കിങ്ങിനായിട്ട് വരുന്നവർക്ക് ഗ്രൂപ്പുകളായിട്ട് വരുവാണെങ്കിൽ 9 പേരടങ്ങിയ ഒരു ഗ്രൂപ്പിന് 1500 രൂപയാണ് ഒരു ദിവസത്തെ ട്രക്കിംഗ് ചാർജ് വരുന്നത്. അപ്പോൾ ഇവിടുത്തെ എൻട്രി ടൈം രാവിലെ 8 മണി മുതൽ വൈകിട്ട് 5 മണി വരെയാണ്. അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് ആ കാട്ടിലേക്ക് യാത്ര തുടരുകയാട്ടോ. അപ്പോൾ വനത്തിലൂടെയുള്ള യാത്ര എന്ന് പറഞ്ഞാൽ വളരെ മനോഹരമായിട്ടുള്ളൊരു യാത്രയാണ്. ഫുൾ മരങ്ങളും പുഴയും പ്രകൃതി ഭംഗിയും എല്ലാം ആസ്വദിച്ചുകൊണ്ടുള്ളൊരു യാത്രയാണ്. അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ ഇവിടെ എത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വന്നപ്പോൾ ഇവിടെ തിരക്ക് ഒട്ടും തന്നെ ഉണ്ടായിരുന്നില്ല. ഞങ്ങളാണ് ഈ ഒരു കാട്ടിലേക്ക് ആദ്യമേ പ്രവേശിക്കുന്നത് തന്നെ. അപ്പോൾ പോകുന്ന വഴി പാറക്കല്ലുകളും എല്ലാം നിറഞ്ഞതാണ്. ചുറ്റിനും മരങ്ങളും പക്ഷികളുടെ എല്ലാം സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റും. ഇതുകൂടാതെ ഇവിടെ കുറേ സൈൻ ബോർഡുകളുണ്ട്. ഈ ഒരു സൈൻ ബോർഡുകൾ കാണുമ്പോൾ നമുക്ക് കുറച്ചൊക്കെ പേടിയാകും. കാരണം ഇവിടെ മൃഗങ്ങളുണ്ട് സൂക്ഷിക്കണം എന്നുള്ളതും കാട്ടുതീ തടയണം എന്ന ബോർഡുകളും എല്ലാം കണ്ടെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ നമ്മളെ പേടിപ്പിച്ച ഒരു ബോർഡ് ഇവിടെ 24 പേര് പുഴയിൽ വീണ് മരിച്ചു എന്നുള്ളൊരു ബോർഡാണ്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് അപകടം നിറഞ്ഞ ഒരു സ്ഥലമാണ്. പക്ഷെ നമ്മൾ ഈ ഒരു സ്ഥലത്ത് വന്നിട്ട് നമ്മൾ കൂടുതൽ കെയർഫുള്ളായിട്ടൊക്കെ നടന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് ഈ ഒരു കാട്ടിലൂടെയുള്ള യാത്ര നമുക്ക് സേഫ് തന്നെയാണ്. പക്ഷേ ഈ റൂൾസൊക്കെ പാലിക്കാണ്ട് പുഴയിൽ ഇറങ്ങുകയും എല്ലാം ചെയ്താലാണ് നമുക്ക് അപകടങ്ങൾ കൂടുതലായിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നോക്കിയാൽ ഈ ഒരു പുഴയുടെ ഭംഗി നമുക്ക് ആസ്വദിക്കാൻ കഴിയും. നമ്മൾ പോകുന്ന വഴിയൊക്കെ ഇതുപോലെ വലിയ വൃക്ഷങ്ങളും അവയുടെ വേരുകളൊക്കെ കാണാൻ കഴിയും കേട്ടോ. അപ്പോൾ ചില ഔഷധ സസ്യങ്ങളും എല്ലാം നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നടന്നു പോയപ്പോൾ ഇതുപോലെ ചെറിയൊരു മരം കൊണ്ടുണ്ടാക്കിയ ഒരു ബ്രിഡ്ജ് കണ്ടു. അപ്പോൾ അതിന് സമീപത്തായിട്ട് ചെറിയൊരു വാട്ടർഫോൾസ് നമുക്ക് കാണാൻ പറ്റും. വാട്ടർഫോൾസ് എന്ന് പറയാൻ പറ്റില്ല, ചെറിയൊരു വെള്ളം ഒഴുകി ഈ ഒരു പുഴയിലേക്ക് വരുന്ന ആ ഒരു മനോഹരമായിട്ടുള്ളൊരു ദൃശ്യം നമുക്ക് കാണാൻ കഴിയും കേട്ടോ. അപ്പോൾ നല്ല മനോഹരമാണ് ആ ഒരു സ്ഥലം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു പാലത്തിലൂടെ നമുക്ക് ഈ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ അങ്ങോട്ടേക്ക് പോകാവുന്നതാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ വരുമ്പോഴാണ് ഈ ഒരു ഫസ്റ്റത്തെ ഈ ഒരു വാട്ടർഫോൾസ് കാണുന്നത് തന്നെ. അപ്പോൾ ഈ ഒരു തൊമ്മൻകുത്ത് വാട്ടർഫോൾസ് എന്ന് പറയുന്നത് 7 കുത്തുകളുള്ളൊരു വെള്ളച്ചാട്ടം എന്നാണ് പറയുന്നത്. കാരണം 7 ഭാഗങ്ങളിലായിട്ട് വെള്ളം ഇതുപോലെ ഒഴുകുന്നുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഈ തൊമ്മൻകുത്ത് എന്ന സ്ഥലത്തിന് പേര് വരാൻ കാരണം തൊമ്മൻ എന്ന് പറയുന്ന ഒരാൾ ഈ ഒരു കുത്തിൽ വീണ് മരിച്ചതിനാലാണ് തൊമ്മൻകുത്ത് എന്ന പേര് വരാൻ കാരണമായതെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ ഫസ്റ്റത്തെ ഈ ഒരു വാട്ടർഫോൾസിൻ്റെ എൻട്രിയിലെത്തി. പക്ഷേ ഇങ്ങോട്ടൊന്നും ഈ ഒരു വെള്ളച്ചാട്ടത്തിലേക്കൊന്നും നമുക്ക് ഇറങ്ങാനോ ഒന്നും പറ്റില്ല. കാരണം ഇവിടെ ബോർഡുകൾ വെച്ചിട്ടുണ്ട് വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങരുതെന്ന്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് ഈ ഒരു വെള്ളച്ചാട്ടം ആസ്വദിക്കാൻ മാത്രമേ കഴിയുള്ളൂ. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കാം. അങ്ങനെ നമ്മൾ ആ മനോഹരമായിട്ടുള്ള വെള്ളച്ചാട്ടം ആസ്വദിച്ചുകൊണ്ട് യാത്ര തുടർന്നു. അപ്പോൾ ഈ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു ഭാഗം മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു നദി ഈ ഒരു കാടിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. ഇത് ഇവിടെ നിന്ന് ഉത്ഭവിച്ച് 7 ഘട്ടങ്ങളിലായിട്ട് 7 വെള്ളച്ചാട്ടങ്ങളായിട്ട് ഒഴുകി കാളിയാർ നദിയിൽ ചെന്ന് പതിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ കണ്ടത് ഒരു വെള്ളച്ചാട്ടമാണ്. അപ്പോൾ നമ്മൾ ഇനി നടന്ന് കയറുമ്പോൾ ഇതുപോലെ 7 വെള്ളച്ചാട്ടങ്ങളും കാണാൻ പറ്റുമെങ്കിലും നമുക്ക് 2 വെള്ളച്ചാട്ടങ്ങളുടെ അങ്ങോട്ട് മാത്രമേ എൻട്രി ഉള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ ട്രക്കിങ്ങിനും ഇവിടുത്തെ ഗൈഡുകളുടെ സഹായത്തോടു കൂടിയൊക്കെയാണ് നമുക്ക് അങ്ങോട്ട് പോകാൻ കഴിയുള്ളൂ.
അങ്ങനെ നമ്മൾ ഈ ഒരു മനോഹരമായിട്ടുള്ള ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് തിരിച്ച് നമ്മൾ ഇറങ്ങി. കാരണം ഈ ഒരു ഫോറസ്റ്റിലേക്ക് കുറച്ച് ദൂരം കഴിയുമ്പോൾ സഞ്ചരിക്കണമെങ്കിൽ നമുക്ക് ഗൈഡുകളുടെയൊക്കെ ആവശ്യമുണ്ട്. നമുക്ക് അങ്ങോട്ട് എൻട്രി ഒന്നുമില്ല. അപ്പോൾ ട്രെക്കിങ്ങിനൊക്കെ വേണ്ടിയിട്ട് വരുന്നവർക്ക് അങ്ങോട്ടേക്ക് പോകാവുന്നതാണ്. അപ്പോൾ ഇവിടുത്തെ ഗൈഡുകളുടെ സഹായത്തോടു കൂടി ട്രെക്കിങ്ങിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു വനത്തിലൂടെ മുഴുവൻ സഞ്ചരിക്കാവുന്നതാണ്. മൺസൂൺ ടൈമിലാണ് ഈ ഒരു വെള്ളച്ചാട്ടം സജീവമാകുന്നതെങ്കിലും ട്രെക്കിങ്ങിന് ഏറ്റവും ബെസ്റ്റ് ടൈം സെപ്റ്റംബർ ടു ഡിസംബർ ടൈമിലാണ്. അപ്പോൾ ആ ഒരു ടൈമിലൊക്കെ വരുവാണെങ്കിൽ ഇവിടുത്തെ ട്രെക്കിംഗ് ഒക്കെ ആസ്വദിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ തൊമ്മൻകുത്തിൻ്റെ മനോഹരമായിട്ടുള്ള വിശേഷങ്ങളും കാഴ്ചകളും എല്ലാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലേ. നിന്റെ വീഡിയോസ് കാണാൻ വന്ന ഫാൻസ് ഹായ്.